ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം. ഇത് ബ്രെഡ് പക്കോട എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സ്നാക്കാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് പക്കോട ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഒരു 8 സ്ലൈസ് ബ്രെഡിന് 1 കപ്പ് കടലപ്പൊടി മതിയാവും. പിന്നെ ഇതിലേക്ക് ഓമം ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് കായം. മുളക് പൊടി ഓപ്ഷണൽ ആട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം, എരിവ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഒരു 1/4 ടീസ്പൂണിന് കുറവായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. ബാറ്റർ രൂപത്തിൽ ആക്കിയെടുക്കണം. ആദ്യം തന്നെ നിറയെ വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട കുത്താതെ ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കണം. ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുന്ന വരെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചെയ്താൽ മതി. പിന്നെ വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ബാറ്റർ ശരിയാവില്ല. അപ്പോൾ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് തിന്നാവാനും പാടില്ല. ഇങ്ങനെ ഒഴിച്ചാൽ ഒഴുകണ ആ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റ്. അപ്പോൾ ഈ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ 3 ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞതും ഒരു 3 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മല്ലിയിലയാണ്. മല്ലിയില അതുപോലെ പൊടിയായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതാണെങ്കിലും മതി. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യമുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ആംചൂർ പൗഡർ, അതായത് ഉണക്ക മാങ്ങയുടെ പൊടിയാണ്. അതിന് പകരം നമുക്ക് ചാറ്റ് മസാല ഉപയോഗിക്കാം. പിന്നെ ഒരു നുള്ളു കായപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പൊടികളെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസിലേക്ക് ഇത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചാറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്രീൻ ചട്നിയും പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബ്രെഡ് സ്ലൈസിൽ ഒരു സൈഡ് ഇതുപോലെ ഗ്രീൻ ചട്നി എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മൾ ഫില്ലിങ് ഒരേപോലെ വെച്ച് ഫില്ല് ചെയ്തെടുക്കുക. ഇത് സൈഡ് കുറച്ച് കുറവായിട്ടും നടുഭാഗത്ത് നമ്മൾ നല്ലോണം ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇനിയൊരു ബ്രെഡ് സ്ലൈസ് അതുപോലെ കെച്ചപ്പാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ കെച്ചപ്പ് ആയ ബ്രെഡ് വന്നിട്ട് ഈ ഫില്ലിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് അവിടെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ കെച്ചപ്പ് ഓപ്ഷണൽ മാത്രമാണ്. കെച്ചപ്പ് യൂസ് ചെയ്യാത്തവർ ഇത് ഒഴിവാക്കാം. 2 സൈഡും ഗ്രീൻ ചട്നി മാത്രം ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗ്രീൻ ചട്നി ഉപയോഗിക്കുമ്പോൾ കുറച്ച് മാത്രം ഉപയോഗിക്കുക. ഒരുപാട് ആയി വെച്ചാൽ ബ്രെഡ് സോഗി ആയിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതുപോലെ ഫില്ലിങ് വെച്ച് ഫില്ലാക്കി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ ശ്രമിക്കുക. സൈഡ് കുറച്ച് കുറവായാലും നടുവിൽ കുറച്ച് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രെഡെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ഇത് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഉള്ളിൽ കാണുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ടാകും. അപ്പോൾ ഇതേപോലെ എല്ലാ ബ്രെഡ് സ്ലൈസസും
ഇതുപോലെ സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്രെഡെല്ലാം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ ബ്രെഡിൽ നമ്മുടെ തവയിൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ ഒരു ഹെൽത്തി ആയിട്ടൊരു സ്നാക്കായി. നമുക്കിനി ബ്രെഡ് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ബ്രെഡ് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഈ ഒരു സൈഡ് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡും അതുപോലെ മുക്കിയിട്ട് 2 കോർണറും അതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി ഇത് നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ എപ്പോഴും നല്ല ചൂടായിരിക്കണം കേട്ടോ. അതായത് നല്ല ഹീറ്റ് ആക്കിയ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ എണ്ണൻ്റെ ചൂട് അതേ ലെവലുണ്ടാകും. ഇനി നമ്മൾ ഈ ബ്രെഡിൻ്റെ മേലേക്ക് കുറച്ചായിട്ട് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് ആ ടെക്സ്ചർ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിപ്പോൾ ഈ ബ്രെഡ് പക്കോട ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇനി 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്, സ്നാക്കാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ ഇട്ടിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഞാൻ അതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ എടുത്ത ശേഷം നമ്മൾ എണ്ണയിൽ ഈ കാണുന്ന തരികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ അപ്പം തന്നെ എടുത്ത് കോരി മാറ്റുക കേട്ടോ. കാരണം അടുത്ത റൗണ്ട് ഇടുമ്പോഴില്ലേ അത് അതിൽ ഒട്ടിപ്പിടിക്കാനും പിന്നെ അത് വേഗം കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കെച്ചപ്പും അല്ലെങ്കിൽ ഗ്രീൻ ചട്നി അതിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഉള്ളിൽ നല്ല സോഫ്റ്റും വെളിയിൽ ക്രിസ്പിയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട്. അപ്പോൾ ഇത് വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെന്ന് വെച്ചാൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.